ഇതാണ് മാന്ത്രിക സൈക്കിൾ. ഇതിലിരുന്നു കൊണ്ട് ലോകത്തിലെ ഏത് മരിച്ചിന് തോട്ടത്തിലൂടെയും കണ്ടത്തിലൂടെയും സൈക്കിൾ ചവിട്ടാനാകുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഏതോ മുട്ടൻ കയറ്റം ചവിട്ടി കയറ്റുകയാണെന്ന് തോന്നുന്നു. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കണ്ടിട്ടുണ്ടെങ്കിലും ഇന്തമാതിരി പൈത്യം കാണേണ്ടി വന്ന എന്റെ കിളികൾ ഇനി മടങ്ങി വരില്ല എന്നും പറഞ്ഞ് പോർബന്ദറിലേക്ക് പറന്നുപോയി. യന്ത്രങ്ങളുമായുള്ള മൽപ്പിടുത്ത ശേഷം അടുത്തു വരുന്ന ആൾക്കുവേണ്ടി തുടച്ചു വൃത്തിയാക്കുക എന്നത് നിർബന്ധമാണിവിടെ. ഇത്രയും സാമാനം ഇവിടെ നിരത്തി വെച്ചിട്ടും വെയിറ്റ് വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ മനസ്സ് കാണിച്ച ഇവനെ കണ്ട എന്റെ കൃഷ്ണമണി പേടിച്ച് കട്ടിലിനടിയിൽ പോയി ഒളിച്ചിരുന്നു. ആഹാ, നല്ല വെളിച്ചെണ്ണയിൽ വറുത്ത ചിപ്സ്. അടുത്ത കർക്കിടകത്തിന് പോലും വണ്ണം കുറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കോഴിക്കൂട് അടയ്ക്കാൻ മറന്നു എന്ന് തോന്നുന്നു. എല്ലാവരും ഇവിടെ കൊക്കരിച്ച് നടക്കുന്നുണ്ട്. പോരാത്തതിന് കൃത്രിമ ശ്വാസത്തിന്റെ ആദായ വിൽപ്പനയും. രാജ്യം നമുക്കൊരു പ്രശ്നമേ അല്ല. എത്രയും വേഗം ഒരെണ്ണത്തിനെ സെറ്റാക്കി എടുക്കണം. ഇതിനിടയ്ക്ക് ഇതേതാ അമ്മച്ചി? അല്ലെങ്കിൽ വേണ്ട, എനിക്കെന്റെ നയൻതാര മതി. അയ്യോ, ഷോട്ട് മാറിപ്പോയി. നയൻതാര മതി. അങ്ങനെ എന്റെ അരിച്ചാക്കിന് ഒരു പോറല് പോലും ഏൽക്കാതെ ഞാൻ വീട്ടിലേക്ക് മടങ്ങുകയാണ്.